ഇടുക്കി നെടുങ്കണ്ടം ഈട്ടിത്തോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ ഒരു മരണം. കാറ്റാടി കവല പ്ലാമൂട്ടിൽ മേരി എബ്രഹാമാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. ജെയിൻ രാജു വിശദാംശങ്ങളുമായി ചേർന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ഇന്നലെ രാത്രി 11:30 ഈ അപകടം സംഭവിച്ചത്. ഇരട്ടിയാർ കാറ്റാടി കവലയിൽ താമസിക്കുന്ന മേരി എബ്രഹാമും കുടുംബവും ഇവരുടെ ഈട്ടിത്തോപ്പിലുള്ള പഴയ വീട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഈ മേരിയുടെ മകൻ ചിൻഡോയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇറങ്ങി വരുന്നതിനിടയിൽ ഏതാണ്ട് 100 മീറ്ററിലധികം താഴ്ചയുള്ള കൊക്കയിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മേരി എബ്രഹാം ആ സംഭവ സ്ഥലത്ത് നിന്ന് വെച്ച് മരണപ്പെട്ടു. ഈ വാഹനത്തിൽ മേരി എബ്രഹാമും മകൻ ചിൻഡോയും മകന്റെ ഭാര്യയും കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇവർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. ഷിൻഡോയുടെ മകന്റെ പരിക്ക് അല്പം ഗുരുതരമാണ്. ഇയാളുടെ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ കോട്ടയം ഉള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. ഇത് എങ്ങനെയാണ് അപകടം ഉണ്ടായത്? നിയന്ത്രണം വിടാനുള്ള കാരണം അമിത വേഗമോ മറ്റോ ആയിരുന്നോ, അതോ എതിർദിശയിൽ വാഹനം വന്നതാണോ? എന്താണ് അതിനെപ്പറ്റി എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ നമുക്ക് വിവരങ്ങൾ? അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ തുടർച്ചയായി ഇറങ്ങിറങ്ങുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണ് ഈ ബ്രേക്ക് നഷ്ടപ്പെടുന്നത് അടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊന്നായിരിക്കാം എന്നാണ് കരുതുന്നത്. ഈ സമയത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ അപകടം നേരിട്ട് കണ്ട ആളുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവരിൽ നിന്ന് പോലീസ് കൃത്യമായ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയാൽ മാത്രമേ, അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് വാഹനം പരിശോധിച്ചാൽ മാത്രമേ എന്താണ് ഈ വാഹനത്തിന്റെ എന്തെങ്കിലും തകരാറാണോ അപകടത്തിന് കാരണം എന്ന് വ്യക്തമാകൂ. എന്തായാലും സുപരിചിതമായിട്ടുള്ള വഴിയാണ്, ഇവർ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ്. അപ്പം വാഹനത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഈ അപകടത്തിലേക്ക് നയിച്ചോ എന്ന് സംശയിക്കുന്നുണ്ട്.